സൂക്ഷ്മദർശിനിയെ കാണാൻ പോകുന്ന ആൾക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഒരു കൂട്ടർ ആൾക്കാരെങ്കിലും ഭയങ്കരമായിട്ട് ഈ ബേസിൽ ജോസഫ് നസ്രിയ ടീം എന്ന് കേൾക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് യാതൊന്നും നോക്കാതെ ഒരു റിവ്യൂസും നോക്കാതെ ഇതിനെക്കുറിച്ചുള്ള ഒന്നും നോക്കാതെ കയറി സിനിമ കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പോയ ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എട്ടിൻ്റെ പണി മേടിച്ചുകൊണ്ട് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞത്. നമ്മൾ മിക്ക ആൾക്കാരും ഭയങ്കരമായിട്ട് മൈൻഡ് ഒന്ന് റിലീഫ് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടൊന്ന് ചിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി ഒരിക്കലും ഈ സിനിമ ചൂസ് ചെയ്യരുത്. ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുന്നത് അങ്ങനെ ഒരു മൈൻഡ് സെറ്റോട് കൂടി, അതായത് ഏകദേശം തലക്ക് പെരുപ്പമായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ മുഴുവട്ടായിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിനിമയാണിതെന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൃശ്യം സിനിമയ്ക്ക് ശേഷം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ സിനിമയുടെ പേര് പറയാൻ പറ്റും. ഈ പറയുന്ന സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടേത്. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ബേസിൽ ജോസഫിൻ്റെ നിന്ന് കിട്ടുന്ന തമാശകൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ലാപ്റ്റിക് കോമഡി എന്നതിലപ്പുറത്തേക്ക് കൃത്യമായി പറഞ്ഞാൽ ആ ജോണറിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇത് നമ്മൾ ഇതുവരെ കണ്ടുവന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്ന് തികച്ചും വേറിട്ടൊരു കഥാപാത്രത്തിൻ്റെ സെറ്റിങ്ങിലോട്ടാണ് ബേസിൽ ജോസഫ് പോയി നിൽക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്. ചില ആൾക്കാരെങ്കിലും പറയും ഈ കൊമിക് റോൾസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാടുള്ള പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു റോളിൽ ഏറ്റവും കയ്യടി നേടിയ ഒരു അഭിനേതാവോ അഭിനേത്രിയാവട്ടെ അവർക്ക് ഏത് റോളും ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതിന് ഏറ്റവും ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ ജോസഫ് എന്ന് പറയുന്നത്. ഇനി പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ OTT പ്ലാറ്റ്ഫോമുകളുടെ കടന്നുവരവോടുകൂടി ഏറ്റവും കൂടുതൽ ഏത് ജോണറിൽപ്പെട്ട സിനിമകളാണോ പ്രേക്ഷകർ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ത്രില്ലർ മൂഡിലുള്ളതാണ് കാണുന്നതെന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ എപ്പിസോഡ് വൈസിൽ കാണുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അല്ലാതെ നോക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിനകത്ത് അതിനൊരു ഡാർക്ക് വശം കൂടി, ഒരു സീൻ കൂടി വന്നു കഴിഞ്ഞാൽ എത്തരത്തിലിരിക്കും. അതാണ് നമ്മുടെ സൂക്ഷ്മദർശിനി എന്ന് പറയുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷ്മദർശിനി പ്രിയദർശിനി, അതായത് നമ്മുടെ കഥാപാത്രമായിട്ടുള്ള നസ്രിയയുടെ ക്യാരക്ടറിൻ്റെ പേരാണ് ഈ പറയുന്ന പ്രിയദർശിനി എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഒരു ദർശിനിയുടെ സൂക്ഷ്മദർശിനിയുടെ ഒരു കണം അതിനകത്തുണ്ട്. ഇനി ഇത് ഹിച്ച്കോക്ക് ഒരു ടച്ച് കൃത്യമായിട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്, നമുക്ക് കാണാൻ പറയാൻ പറ്റും. ഇനി ചില ആൾക്കാർ പറഞ്ഞത് കേട്ടിട്ട് മാത്രം, അതായത് ഞാൻ ഇതിന് കണ്ടതിന് ശേഷം വന്നിട്ട് നോക്കിയ സമയത്ത് ഡിസ്റ്റർബിയ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതുമായിട്ട് ഇതിന് കുറച്ച് സാമ്യങ്ങളുണ്ട് എന്നൊരു സംഭവം 2017 മറ്റും ഇറങ്ങാൻ തോന്നുന്നു. അപ്പം ഞാൻ അതിൻ്റെ ട്രെയിലർ എടുത്തൊന്ന് നോക്കിയ സമയത്ത് ശരിയാണ്, ഏതൊക്കെയോ സൈഡ് ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ സത്യൻ അന്തിക്കാട് സിനിമകളെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വശം കൂടി ഈ സിനിമയ്ക്കകത്തുണ്ട്. അതായത് അടുത്ത വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്ന് എത്തി നോക്കുന്ന കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ കഥകളെ കൃത്യമായിട്ട് നമ്മുടെ സത്യൻ അന്തിക്കാട് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചതിൽ അത് നിന്ന് ഈ ഒരു ഡാർക്ക് സൈഡും കൂടി കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡിലേക്ക് പോകുന്നതാണ് ഈ ഫിലിം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വശം എന്ന് പറയുന്നത്, ഇതൊക്കെ എൻ്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് പറയാൻ പറ്റുന്നതാണ്. ഇനി ഈ പറയുന്ന സിദ്ധാർത്ഥ് ഭരതൻ്റെ നല്ല ഒരു റോളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വല്ലാത്ത ഭയങ്കര ചിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോയി കണ്ടൊരു സിനിമയാണ്. അപ്പോഴാണ് ഇതിൻ്റെ മറ്റൊരു വശത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അതുമായിട്ട് എന്താ പറയുന്നത് സെറ്റായി പോയില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കകത്ത് വല്ലാത്തൊരു റോളാണ്, നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ റോളാണ് ഈ പറയുന്ന സിദ്ധാർത്ഥ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഭരതൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫിലിം നമ്മൾ ഏത് രീതിക്കാണ് കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഏത് വശത്തിലൂടെ പോകുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് ചിലപ്പോൾ കോമിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ കോമഡിയാണ്. പക്ഷെ ഭയങ്കരമായിട്ടുള്ള വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ ഭയങ്ങൾ ഉണ്ടാവുന്ന രീതിക്ക് അത് കോമഡി ആക്കുന്ന കുറച്ച് വശങ്ങൾ, അത് ഞാൻ ഈ പറയുമ്പോൾ മനസ്സിലാവത്തില്ല, അത് കണ്ടവർക്ക് മാത്രമേ മനസ്സിലാവൂ. പെട്ടെന്ന് അത്രയും വലിയ കാര്യങ്ങൾ, പേടിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തിക്ക് ചെറിയൊരു പൂച്ചയെ കണ്ടാൽ പേടിയാവുന്ന ഒരു സംഭവം വരുന്ന സമയത്ത് കോമഡി ഒടിക്കുമല്ലോ. ഇതാണ് ഇതിലൂടെ ഈ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് ചിരിപ്പിക്കാൻ വേണ്ടി കൊണ്ടു തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് ഒരു എന്താ പറയുന്നത് കുടുംബിനിയായിട്ടുള്ള പെൺകുട്ടി, ഈ പറയുന്ന ജോലിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ, ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ബാധ്യതകളൊക്കെ ഒഴിച്ച് നല്ലൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ, പിന്നീട് ഈ പറയുന്ന അയൽപ്പക്കത്ത് വരുന്ന ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ അവരിലേക്ക് കണ്ണെത്തിക്കുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ നടക്കുന്നു, അതിനകത്ത് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. സാധാരണഗതിയിൽ അത്രയും ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് സംഭവിക്കുന്ന അതേ രീതിക്ക് തന്നെയാണ്. പിന്നീട് ഇതിനകത്ത് ഈ പറയുന്ന അതിൻ്റെ ഡാർക്ക് വശം എന്ന് പറയുന്നത് അതിഭീകരം തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം രാത്രി സമയത്താണ് ഒന്നാമത് ഇത് കണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ പേടിപ്പിക്കുന്ന കുറേയധികം അത്യാവശ്യം പേടിപ്പിക്കുന്ന രീതിക്ക് തന്നെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ എനിക്ക് പറയാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളായിട്ട് നസ്രിയയുടെ ഒരു നല്ല തിരിച്ചുവരവ് തന്നെയാണ്. ബേസിൽ ജോസഫിൻ്റെ പ്രത്യേക തരത്തിലുള്ള വേറൊരു ജോണർ ആക്ടിങ് എന്ന് പറയാൻ പറ്റും. സിദ്ധാർത്ഥ് ഭരതൻ്റെ ഏറ്റവും കോമിക് രീതിക്കിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു നല്ലൊരു സംഭാവന എന്ന് പറയാൻ പറ്റും. ഇനി ഈ ജിതിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ രണ്ടാമത്തെ ഏറ്റവും നല്ല ഫിലിം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിലപ്പുറത്തേക്ക് ഇതിൻ്റെ BGM പക്ഷേ എനിക്ക് എന്തോ ദൃശ്യത്തിൻ്റെ അതേപോലെ എനിക്ക് തോന്നി. അതിന് എനിക്ക് മാത്രം തോന്നിയതാണോ എന്ന് എനിക്കറിയത്തില്ല. ആ BGM ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയായിരുന്നു ഈ സിനിമയ്ക്കകത്ത്. കാരണം ആ ഡാർക്ക് മൂഡ് വരുന്ന സമയത്ത് ആ ഒരു BGM പ്രത്യേക തരത്തിൽ പോകുന്നത് അതൊരു വല്ലാത്ത തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് തന്നെയാണ്.
ഇനി മറ്റൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളാണെങ്കിൽ നമ്മൾ ദൃശ്യം സിനിമ കണ്ടതിന് ശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് പോലും നടന്നൊരു കാര്യങ്ങളുണ്ട്. അതായത് കുറേ കൊലപാതകങ്ങളുടെ സൈഡുണ്ട്. ആ കൊലപാതകങ്ങളുടെ സൈഡ് സിനിമയിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അത്തരത്തിൽ ദൃശ്യം മോഡൽ കൊലപാതകം എന്നൊക്കെ വരുന്നതിൻ്റെ മറ്റൊരു മറുവശം ഇതിനുണ്ടോ എന്ന് എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം ചില എന്ത് പറയുന്നത് ഈ പറയുന്ന കൊലപാതകങ്ങളുടേതായിട്ടുള്ള ചില രീതികളെ ഇതിനകത്ത് പരിചയപ്പെടുത്തുന്നത് പോലെ, അല്ലെങ്കിൽ അത് അതിൻ്റെ വശമാണ്. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാത്രമാണോ എന്നറിയത്തില്ല, എനിക്കതൊരു നെഗറ്റീവ് ഷെയ്ഡായിട്ടാണ് തന്നെയാണ് തോന്നിയത്. കാരണം വാർത്തകളെ ഒരുപാട് ഫോളോ ചെയ്യുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം റിവ്യൂസ് ചെയ്യാൻ വേണ്ടി വാർത്തകളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മർഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ നോക്കാറുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഈ സിനിമയിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ചില വേർഷൻസ് ഉണ്ട് ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ. അപ്പം അതിൽ അവരെ സഹായിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയൊരു കാര്യമാണ്. അത് ഞാൻ പറയുന്നില്ല, അത് കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന വശം എന്ന് പറയുന്നത്. അതെന്നെ ഒരുപാട് ഈ പറയുന്ന സിനിമ കാണുന്ന സമയത്ത് പേടിപ്പിക്കുന്നതിലപ്പുറത്തേക്ക് ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇനി അതും കൂടി കാണിക്കും എന്നൊരു തോട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിലൂടെ പോയി എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള കാര്യം തന്നെയാണ്. ഈ ഒരു രീതിയിലൂടെ എത്ര പേരെ ഇതുവരെ ഈ ലോകത്തുനിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ടാകുന്നിരിക്കും എന്നൊരു ചിന്ത എനിക്ക് വരായികയില്ല. ഞാൻ വന്ന സമയത്ത് മൊത്തം അതിനെക്കുറിച്ച് തന്നെയാണ് ഈ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പാതി ഈ പറയുന്ന ടെൻഷനോടെ പോയ ആൾക്കാരാണെങ്കിൽ മുഴുവട്ടായി വരുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഞാൻ അതാണ്. അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി അതിലപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു സംഭവം വരുന്ന ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ഒരു ആൾക്കാർ ചെയ്യുന്ന ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഇതൊരു കഥയുടെ ഭാഗം തന്നെയാണ്. ഇനി അത് അതിൻ്റെ അവസാനത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു സിനിമയിൽ പ്രയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വശം എന്ന് പറയുന്നത് ഈ ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഉറപ്പായിട്ടും ഈ പറയുന്ന നീതിപീഠത്തിൻ്റെ മുന്നിലേക്ക് എത്തപ്പെടും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നെഗറ്റീവ് വശത്തിൻ്റെ പോസിറ്റീവ് വശം കാണിച്ചുകൊണ്ട് അതിനെ അങ്ങ് മാറ്റാൻ പറ്റും. ഇതിനകത്ത് നടന്നിട്ടുണ്ട്, അത് എല്ലാ സിനിമയിലും നടക്കുന്നൊരു കാര്യമാണ്. പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു ഫിലിം തന്നെയാണ്. പൈസ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് കൃത്യമായിട്ട് നമ്മൾ മുതൽ മുടക്കുമ്പോൾ അത് 10 രൂപയായാലും 20 രൂപയായാലും ഒരു ചായ കുടിക്കാൻ പോലും നല്ലതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നെഗറ്റീവ് വശം പറയും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു വശം തന്നെയാണ്. നേരത്തെ പറഞ്ഞ കണക്ക് ഒരിക്കലും ഇതിൻ്റെ റിവ്യൂസ് നോക്കുക, അതിനെക്കുറിച്ച് യാതൊന്നും ചിന്തിക്കാതെ ഈ സിനിമ കാണാൻ വേണ്ടി കോമഡി അടിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. കാരണം ഇത് ഒരു തരത്തിലും കോമിക് വശങ്ങളിലേക്ക് കോമഡി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ കോമിക് വശങ്ങൾ മൊത്തം നമ്മൾ അവസാനത്തെ ആ ഒരു സീനിൽ മറക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എല്ലാവർക്കും കാണാൻ പറ്റിയ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, എല്ലാ ജോണിലും പറ്റിയ ആൾക്കാരാണ് കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ്. പിന്നെ ഈ പറയാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ തിരക്കഥ, അത് സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഈ പറയുന്ന ജിതിനുൻ്റെ കൂടെ പേര് അതിനകത്തുണ്ട്. പിന്നെ ഒരു രാഹുൽ രാമചന്ദ്രൻ അങ്ങനെ എന്തോ, അതുൽ രാമചന്ദ്രൻ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അത് ഞാൻ ശ്രദ്ധിച്ച് നോക്കിയില്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഈ പറയുന്ന മ്യൂസിക് വശം എന്ന് പറയുന്നത് അങ്ങേയറ്റം ഈ പറയുന്ന, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല, എനിക്ക് ദൃശ്യത്തിൻ്റെ ആയിട്ട് ഒരു കണക്ട് ചെയ്തു. അതിന് അത് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അതേ ടോൺ തന്നെയാണ് തോന്നിയത്. എത്ര പേർക്ക് തോന്നിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് പക്ക ഇതിന് ആപ്റ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയായിരുന്നു. പിന്നെ ഈ പറയുന്ന കണക്ക് ഉറപ്പായിട്ടും അവർ എത്ര രൂപയാണോ ഈ പറയുന്നത്, ഒരു സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ബിസിനസ്സിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ എത്രയാണോ മുതൽ മുടക്കിയത് അതിന് ഉറപ്പായിട്ടും തിരിച്ച് അതിൻ്റെ പ്രതിഫലം അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം കിട്ടുന്ന രീതിക്ക് തന്നെ സക്സസ്ഫുൾ ആയിരിക്കും ഈ സിനിമ എന്ന് പറയുന്നത്. കാരണം അത്രയ്ക്കും ഈ പറയുന്ന തിയേറ്റർ ഫുൾ തന്നെയായിരുന്നു ഞാൻ പോയ സമയത്ത് ഈ സിനിമ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന കണക്ക് ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടനിൽ എല്ലാ തരത്തിലുള്ള ക്യാരക്ടറും ഭദ്രമാണെന്ന് തെളിയിച്ചൊരു സിനിമ കൂടിയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി കുറേയധികം ആൾക്കാരുണ്ട്, ബാക്കി കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരെല്ലാം അവരുടെ റോളുകളെല്ലാം ഏറ്റവും നല്ല രീതിക്ക് തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കൊടുക്കുന്ന പൈസ മുതലാക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഈ പറയുന്ന കണക്ക് ദൃശ്യത്തിന് ശേഷം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ വന്നിട്ടുള്ള സിനിമകളിൽ വെച്ചിട്ട് ഇത് തന്നെയാണ് ശരിക്കും പറയാൻ പറ്റുന്നത്. ഒരു ഡാർക്ക് മോഡ് ത്രില്ലർ ഫിലിം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ സ്ലാപ്റ്റിക് കോമഡികൾ ഒരുപാടുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്.